ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയ മുടങ്ങും. ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. 10 ദിവസത്തേക്ക് ശസ്ത്രക്രിയ നടക്കില്ല. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ബദൽ സംവിധാനം എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് അടിയന്തര ആവശ്യം വന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇടുക്കിയിൽ നിന്നുള്ള രോഗികളെ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു ബദൽ സംവിധാനം. 5 വിഭാഗങ്ങളുടെ ഓപ്പറേഷൻ നടക്കുന്നത് ഒരേ തിയേറ്ററിനകത്താണ്. അതുകൊണ്ട് തന്നെ ഈ 5 വിഭാഗങ്ങളുടെയും ഓപ്പറേഷൻ പൂർണ്ണമായും 10 ദിവസത്തേക്ക് മുടങ്ങുന്ന അവസ്ഥയായിരിക്കും. ഈ ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കായിട്ടുള്ളവരുടെ പ്രധാന ആശ്രയ കേന്ദ്രം കൂടിയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ വിഭാഗത്തിൽ അടിയന്തര ആവശ്യമുള്ളവരെ മാത്രമാണ് തൽക്കാലം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെയുള്ള നേത്രരോഗ വിഭാഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതുകൊണ്ടാണ് ഈ തടസ്സം നേരിടുന്നത്. അറ്റകുറ്റപ്പണി കഴിഞ്ഞാലും അത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ ഓപ്പറേഷൻ സംവിധാനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. പ്രവർത്തനം ഏത് രീതിയിൽ പോകും എന്നുള്ളത് തന്നെ കണ്ടറിയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് മലയോര ജനതയ്ക്ക് ആശ്രയിക്കാൻ മറ്റ് ആശുപത്രികളില്ലാത്ത സ്ഥിതി.